ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യ ധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം 7-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മരയുധ്യ ച, മയ്യർപ്പിതമനോബുദ്ധി മാം ഏവ ഏഷ്യസി അസംശയ. മലയാളം: അതിനാൽ ഏതു കാലത്തും എന്നെ തന്നെ നനയ്ക്കുകിൽ, മനോബുദ്ധികൾ അർപ്പിച്ചിട്ടെന്നെ തന്നെ അണഞ്ഞിടും. തസ്മാത് സർവേഷു കാലേഷു, അതിനാൽ എല്ലാ സമയവും, എല്ലാ കാലത്തും, മാം അനുസ്മര, ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ സമയത്തും എന്നെ സ്മരിക്കൂ. യുദ്ധ്യച, നിൻ്റെ കർമ്മം എന്താണ്? യുദ്ധം ചെയ്യലാണല്ലോ, അതും ചെയ്തോളൂ. മയ്യർപ്പിത മനോബുദ്ധി, എന്നിൽ മനസ്സും ബുദ്ധിയും അർപ്പിച്ചാൽ, മാം ഏവ ഏഷ്യസി അസംശയ, നീ എന്നെ തന്നെ പ്രാപിക്കും, ഒരു സംശയവും വേണ്ട എന്ന് അർജുനന് ഉറപ്പ് കൊടുക്കുകയാണ്. അല്ലയോ അർജുന, ശ്രീകൃഷ്ണ രൂപത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നീ എപ്പോഴും എന്നെ ഓർക്കൂ. നിൻ്റെ കർമ്മങ്ങൾ നിനക്ക് എന്തായാലും ചെയ്തേ പറ്റൂ. അപ്പം നിൻ്റെ കർത്തവ്യം എന്താണ്? യുദ്ധം ചെയ്യലാണ് ഇവിടെ നിൻ്റെ കർത്തവ്യം. അത് നീ ചെയ്യണം. എങ്ങനെ ചെയ്യണം? എന്നിൽ അർപ്പിച്ചുകൊണ്ട്. എപ്പോഴും ഏത് കാര്യം നമ്മൾ ആര് ചെയ്യുകയാണെങ്കിൽ, ഇത് അർജുനന് മാത്രമുള്ള ഒരു ഉപദേശമല്ല, നമ്മൾക്കും കൂടിയിട്ടുള്ള ഒരു ഉപദേശമാണ്. എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് ഭഗവാനായിട്ട് ചെയ്യുകയാണ്, ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം. അതുകൊണ്ട് നിൻ്റെ കർമ്മമായിട്ടുള്ള യുദ്ധം നീ ചെയ്തുകൊള്ളൂ, പക്ഷേ എന്നിൽ സമർപ്പിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ എനിക്കായി അർപ്പിച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ മനോബുദ്ധികളെല്ലാം എന്നിൽ ഉറപ്പിച്ചിട്ട് വേണം നീ കർമ്മങ്ങൾ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, നീ എന്നെ തന്നെ പ്രാപിക്കും. ഇതൊരു ഉറപ്പ് കൊടുത്തതാണ് ഭഗവാൻ. സാധാരണക്കാരായ ലൗകികരായ നമ്മൾക്കുണ്ടാവുന്ന ഒരു ചെറിയ സംശയമാണ്, ജീവിത പ്രശ്നങ്ങളിൽ ഇങ്ങനെ നട്ടം തിരിയാണ് നമ്മൾ എന്നും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ആധ്യാത്മികത അല്ലെങ്കിൽ ഭക്തി അല്ലെങ്കിൽ ഭഗവാനിലെല്ലാം സമർപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇത് രണ്ടിലും പരാജയപ്പെടുമോ? ഒന്നിലേക്കും എത്തില്ലല്ലോ, രണ്ടും മുഴുവനാവില്ലല്ലോ എന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ട്. സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കൈകൾ പ്രവർത്തിക്കുന്നുണ്ടാവും, പക്ഷേ മനസ്സ് അവിടെ തന്നെ ആവണമെന്നില്ല. ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നാമം ചെല്ലുന്നുണ്ടാവും, അവിടെ നാമം ഭഗവാനെ ഭജിക്കുന്നുണ്ട്, പക്ഷേ അപ്പം നമ്മുടെ മനസ്സ് അവിടെയല്ല, അടുക്കളയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടപ്പെട്ടവരെ പറ്റി ചിന്തിക്കുകയായിരിക്കും. പക്ഷെ ഇഷ്ടപ്പെട്ടത് ഭഗവാനായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിലാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ മനസ്സും പ്രവൃത്തിയും ഒരേപോലെ വരണം. ആരിൽ സമർപ്പിക്കണം? ഭഗവാനിൽ സമർപ്പിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, ജീവിത പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നമ്മൾക്ക് എന്നും തന്നെ നമ്മൾ എല്ലാവരോടും കടപ്പെട്ട്, ബന്ധുക്കളുണ്ടല്ലോ, ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നമ്മൾ അലയാണ്. നമ്മൾ എല്ലാവരും നമ്മുടെ സ്വന്തമാണ് എന്നുള്ള ചിന്താഗതിയിലാണല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അച്ഛന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവരും നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ആ ബന്ധനമുണ്ടല്ലോ, ബന്ധനായി മാറുകയാണ് ചെയ്യുന്നത്. അതൊന്ന് കുറച്ച് ഒഴിവാക്കാനാണ് പറഞ്ഞു തരുന്നത്. അത് ചെയ്യുമ്പോൾ എന്ത് കല്ലിൽ അർപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇന്നത്തെ ചിന്താഗതി, അതായത് ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയാശങ്കകൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ പോകുന്നേ ഇല്ല. അപ്പോൾ അവിടെ നമ്മളുടെ ജീവിതം വെറുതെ പോവുകയാണ്, നമ്മുടെ ജീവിതം നശിച്ച് പോവുകയാണ്. ഒന്നുമില്ല എന്നുള്ളതാണ് അവസാനം നമുക്ക് തെളിഞ്ഞ് വരാൻ പോകുന്നത്. എപ്പോഴാണ് തെളിഞ്ഞു വരുന്നത്? ഭഗവാനിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ മാത്രമേ ഇത്രയും കാലം ഞാൻ ചെയ്തതെല്ലാം വ്യർത്ഥമായല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുള്ളൂ. അപ്പോൾ ജീവിത വിജയം നമുക്ക് നേടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുക. മനസ്സവിടെ ഇരുന്നോട്ടെ, ബുദ്ധിയും മനസ്സും എല്ലാം ഭഗവാൻ നോക്കിക്കോളും. അവിടെ വിശ്രമിപ്പിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. നമുക്ക് എന്ത് കിട്ടും? പരിപൂർണമായിട്ടുള്ള ഒരു മനസ്സമാധാനം തന്നെ പറയാം കിട്ടും. ജീവിതത്തിൽ നല്ല ശ്രേയസ്സും കിട്ടും. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത്
ഉള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെ ഭഗവത് സ്മരണ നമുക്ക് നേടാം എന്നുള്ളത് പറഞ്ഞു. മാ മനുസ്മര യുദ്ധ്യച എന്നാണ്. അതായത് എന്നെ സ്മരിക്കുകയും വേണം, ഒപ്പം യുദ്ധം ചെയ്യുകയും വേണം. ഈ യുദ്ധമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് നമ്മളാണെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ ജീവിച്ച് സുഖമായിട്ട് ഉള്ള കാര്യങ്ങൾ എത്രയോ ലോകത്തിൽ നടക്കുന്നുണ്ട്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഭഗവാനെ ഭജിച്ചാൽ പോരാ. കാരണം അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ചൊന്നും നേടില്ല അവർ. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ജീവിച്ച് കൊണ്ടിരിക്കും. ജനിക്കുമ്പോൾ തൊട്ടേ നമ്മൾ ചെറുപ്പത്തിലെ, കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞു, അതിന് മുന്നത്തെ ശ്ലോകത്തിലും പറഞ്ഞു, അച്ഛനും അമ്മയും പാരൻസ് ചെറുതായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് നാമം ജപിക്കാനും ഭഗവാനെ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി തൊഴിയിക്കാനും ഒക്കെ ഉള്ള ഒരു ചിട്ട നമ്മൾ കൊടുക്കും. എന്തിനാണ്? അവർ വലുതായാലും ഇത് തന്നെ ഫോളോ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. ചില കുട്ടികൾ അത് ഫോളോ ചെയ്യും, ചിലരത് ചെയ്തില്ല എന്നും വരാം. അപ്പോൾ അവസാനം നിൻ്റെ യുദ്ധമൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ നിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ടല്ല എന്നെപ്പറ്റി ചിന്തിക്കേണ്ടത്, തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ തന്നെയാണ് എന്നെ സ്മരിക്കേണ്ടത്. അപ്പോൾ തിരക്ക് പിടിച്ചൊരു ജീവിതമാണല്ലേ നമുക്ക്. നമ്മളെന്താണ് എല്ലാം എപ്പോഴും അത് നേടണം, ഇത് നേടണം, നാളെ ഇത് ചെയ്യണം, ഇതല്ലേ നമ്മുടെ ചിന്ത. അങ്ങനെയല്ലേ, എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക്, നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, ഒരു സുഹൃത്ത് അല്ലെങ്കിൽ വേറൊരാൾ, കുറച്ചും കൂടെ സുഹൃത്തിനേക്കാളും പറ്റുന്ന ഒരാളുണ്ട്. എന്നും അയാളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അയാളല്ലെങ്കിൽ അവൾ, ആരായാലും കുഴപ്പമില്ല, അവരെപ്പറ്റി ചിന്തിക്കുക. അതിന് നമ്മൾ എത്ര സമയം കാണുകയെന്നറിയോ? നമ്മൾ ഓരോ പ്രവൃത്തി, രാവിലെ മുതൽ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓരോ നിമിഷവും, ഇന്നാണെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ, വാട്സാപ്പ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണ്. അവരെന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, തന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എപ്പോഴും അവരെക്കുറിച്ചൊരു ചിന്ത. ഈ അവരെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് പകരം അത് ഭഗവാനാവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഭഗവാനോടായിക്കൂടെ? അതല്ലേ നല്ലത്. അത് അന്ത്യകാലത്ത് മാത്രം ഭഗവാനെ, അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഞാൻ മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം ഭഗവാനെ ചിന്തിക്കട്ടെ എന്നല്ല. നമുക്കപ്പോൾ സമയം കിട്ടും അല്ലേ, എല്ലാ കാര്യങ്ങൾക്കും സമയം കിട്ടുന്നുണ്ട്. നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ നമ്മൾ ഓർക്കുന്നുണ്ട്. അതാരാണ്? അത് ഭഗവാനായാൽ അത്രയും നല്ലത്. അല്ലാതെ ഒരാളെ പറ്റി ഓർത്തിട്ടൊന്നും കിട്ടാനില്ല. കാരണം അവിടെ നമ്മളൊരാളിൽ നിന്ന് മെസ്സേജ് പ്രതീക്ഷിക്കുന്നു, അയാളൊരു മെസ്സേജും അയച്ചിട്ടില്ല, അല്ലെങ്കിൽ അയാൾ എന്നെപ്പറ്റി ചോദിച്ചിട്ടില്ല, കുറേ ദിവസമായി വർത്തമാനം പറഞ്ഞിട്ട്, ഒരു മാസമായി, 1.5 മാസമായി ഒന്ന് മിണ്ടിയിട്ട് കണ്ടിട്ട് കേട്ടിട്ട്. അപ്പോൾ നമുക്കെന്താണ്? നിരാശ വരാൻ തുടങ്ങി. പിന്നെ അതായി നമ്മുടെ മനസ്സിൽ ചിന്ത, എന്തിനാണ് അതിന് പോകുന്നത്? ഭഗവാനോടാവുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവുമില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് തുറന്നു പറയാനുള്ള ഒരാളാണ് ഭഗവാൻ. അപ്പോൾ ജോലിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. ചിലപ്പം വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യും? ആ ടെൻഷൻ മുഴുവനും തീർക്കുന്നത് ഭാര്യയോടായിരിക്കും. ഭാര്യ എന്ത് ചെയ്യും? ഭർത്താവിൽ നിന്ന് കേട്ട ചീത്ത മുഴുവനും തീർക്കുന്നത് ആരോടായിരിക്കും? കുട്ടിയോടായിരിക്കും. പിന്നെ സമൂഹത്തിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളുണ്ട്. കുട്ടി പാവം എന്ത് ചെയ്തു? കുട്ടി ഒന്നും അറിയാത്ത കുട്ടിയാണ്. അച്ഛനിൽ നിന്ന് അമ്മ ചീത്ത കേൾക്കുന്നു, അമ്മയിൽ നിന്ന് കുട്ടി ചീത്ത കേൾക്കുന്നു. കുട്ടിയാകെ മനസ്സ് മുഴുവനും അമ്മയോടുള്ള ദേഷ്യം. ആരാണ് തന്നെ ചീത്ത പറഞ്ഞത്? അമ്മയോട് ദേഷ്യം. ആകെപ്പാടെ എന്താണ് ഇങ്ങനെ എന്ന് വിചാരിക്കും. കുട്ടിക്ക് അത്ര അറിവായിട്ടില്ലല്ലോ. മാത്രമല്ല, സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളിലുള്ള ടെൻഷൻ വേറെ. ഓരോ ദിവസവും ഓരോന്ന് കേൾക്കും. നടന്നു പോകുന്ന കുട്ടീനെ പെട്ടെന്ന് പിടിച്ചിട്ട് കാറിലിട്ട് കൊണ്ടുപോവാണ്. നാളെ സ്കൂളിലേക്ക് വിടാൻ പറ്റുമോ കുട്ടിയെ? ഇല്ല. അങ്ങനെ ഓരോ കാര്യം. അല്ലെങ്കിൽ റോട്ടിൽ കൂടെ നടക്കുമ്പോഴാണ് നായ ഓടി വന്ന് കടിക്കുന്നത്. പോരെ, ബസ്, നമ്മൾ സ്കൂൾ ബസ്സിൽ സമാധാനമായിട്ട് കുട്ടികളെ വിടുന്നു, ബസ് അതാ ചാലിലേക്ക് മറിഞ്ഞു എന്ന് കേൾക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ നിമിഷവും ദുരന്തങ്ങളുടെ ഒരു പെരുമഴയാണ് ശരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ചും അല്ലേ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും എല്ലാ ദിവസവും. അപ്പോൾ നമുക്ക് എന്താണ്? എന്നും ടെൻഷനാണ്, എല്ലാ സമയത്തും ടെൻഷൻ തന്നെയാണ്. പക്ഷെ നമ്മളുടെ ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ആരാണ് നമ്മളെപ്പറ്റി, നമ്മളെ ഓരോ നിമിഷവും നമ്മൾ എന്താവണം, എന്ത് ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ സംശയമൊന്നുമില്ല, ആ ഭഗവാന്റെ കൈ മുറുകെ പിടിക്കുക. നമ്മളുടെ അനുഭവം, ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ അനുഭവത്തിൽ നിന്നാട്ടോ ഞാനിതൊക്കെ പറയുന്നത്. ഭഗവാനോട് അത്രയും നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ ധാരാളം അനുഭവങ്ങൾ നേരിട്ട് ഒരു രൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. എങ്കിലും
എത്രയോ അനുഭവ കഥകൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം എനിക്ക് വേണ്ടപ്പെട്ടവരോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. കാരണം അത്രയ്ക്കും നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും ഭഗവാൻ ശരിക്കും കൈപിടിച്ച് നമ്മളെ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവ കഥകൾ ധാരാളം ഉള്ളതുകൊണ്ടും കൂടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അല്ലെങ്കിലും നമ്മൾ ഭഗവാനെ എപ്പോഴും സ്മരിക്കുന്നത് നല്ലതാണല്ലോ. നമ്മളെ വായിക്കുന്നതും കേൾക്കുന്നതും അധ്യാത്മം എന്ന് പറയുന്നത് പോലും എല്ലാം എന്താണ്, ഭഗവാനോടുള്ള ഒരു അടുപ്പാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു സംശയം വരും. എനിക്കും സംശയം വന്നിട്ടുണ്ട്. ഭഗവാനെ ഇത്രയൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും നീ എനിക്ക് കഷ്ടതകൾ മാത്രമാണല്ലോ വരുത്തുന്നത് എന്ന്. വരുത്തും, ധാരാളം വരുത്തും. കാരണം എന്താണ്, അതൊക്കെ ഭഗവാന്റെ ഒരു തമാശയാണ്. കാരണം കുതിരയ്ക്ക് കടിഞ്ഞാണ് ഇടുന്ന പോലെ തന്നെ, അതായത് നമ്മൾ ശരിക്കും ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഭഗവത്ഗീത തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചാട്ടവാറ ആരുടെ കയ്യിലാണ്? ഭഗവാന്റെ കയ്യിലാണ്. നേർവഴിക്കാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നേർവഴിയിൽ നിന്ന് നമ്മൾ അറിയാതെ റോട്ടിൽ നേരെ NH കൂടെ പോകുമ്പോൾ ഒരു സൈഡ് വഴി കണ്ടു, ഒന്ന് അതിലേ പോകാമെന്ന് ഗൂഗിൾ പറയണു. ചിലപ്പോൾ അതിലേ പോയിട്ടുണ്ടെങ്കിൽ അപകടമായിരിക്കും സംഭവിക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയൊരു വഴി കണ്ടു, അതിലേക്ക് തിരിയരുത്, തിരിഞ്ഞു കഴിഞ്ഞാൽ അപകടം വരും. അതുകൊണ്ട് നേരെ തന്നെ പോകണമല്ലോ. അപ്പോൾ നേരെ തന്നെ പോകണം. ജീവിതത്തിലും നമ്മൾ അതേപോലെ തന്നെ എങ്ങനെയാണോ ഭഗവാൻ നിശ്ചയിക്കുന്നത് അതുപോലെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എങ്ങാനും നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് സ്മരണയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വ്യതിചലിച്ച, നമ്മൾ ഈ കാളവണ്ടിയൊക്കെ തെളിക്കുന്ന സമയത്ത് കാളയുടെ പുറത്തിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ചാട്ടവാറുകൊണ്ട് മെല്ലെ അടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ കുറച്ച് ഉറക്കെ തന്നെ, മെല്ലെ എന്നല്ല, അതേപോലെ തന്നെ നമുക്കൊരു തട്ട് തരും. ആ തട്ട് തരുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ എന്താണ് ഇങ്ങനെ വന്നേ ഭഗവാനെ, കഷ്ടം. അപ്പോൾ ഒന്നും കൂടെ ഭഗവാനിലേക്ക് അടുക്കും. ഇതൊക്കെ അനുഭവത്തിൽ നിന്നാണ് ഞാനും പറയുന്നത്. ഇപ്പോൾ സയൻസ് ഓരോ ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സയൻസ് പുരോഗമിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം കൂടിക്കൂടി വരികയാണ്. അമിതമായ സ്വാതന്ത്ര്യം ഒരിക്കലും സ്ത്രീകൾക്ക് അരുത് എന്ന അഭിപ്രായത്തോടാണ് ഞാൻ യോജിക്കുന്നത്. വേണം, സ്വാതന്ത്ര്യം വേണം. അടിമകളെപ്പോലെ നമ്മൾ ജീവിക്കേണ്ടവരല്ല, ശരിയാണ്. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. കാരണം പണ്ട് കാലത്തേക്കാളും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു കാര്യം ചെയ്യാനും സ്ത്രീകൾക്ക് ഒരു മടിയുമില്ല. അത് നല്ലതാണ്. എങ്ങനെ? നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കാണ് അവർ ശ്രദ്ധ തിരിക്കുന്നതെങ്കിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മറ്റു കാര്യങ്ങളിലേക്ക്, അതായത് ക്രിമിനൽസ് ആവുകയാണ്, കൊലക്കുറ്റത്തിനാണ് പുറപ്പെടുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ഒപ്പം തന്നെ അത്രയും ചെയ്യുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഓരോ റീസൺ ഉണ്ടാവാം. അവരവർക്ക് അവരവരുടേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവാം അല്ലേ. അങ്ങനെ എക്സ്പ്ലനേഷൻ മാത്രം പോരാ, ഏതാണ് ന്യായം വെച്ചാൽ അത് നടക്കട്ടെ. അല്ല, അത്രയ്ക്കും പുരോഗമിച്ച് സയൻസ് പുരോഗമിക്കുന്നത് നല്ലതാണ്. പക്ഷേ എന്താണ്, നമ്മൾക്ക് എന്ത് കാര്യവും തുറന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, സാക്ഷാൽ ഭഗവാൻ. അതേത് ഭഗവാനോ ആയിക്കോട്ടെ, ആ ഭഗവാനെ നമുക്കൊരു രൂപമായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. ആ രൂപത്തെ നമ്മളൊരു ശക്തിയായിട്ട് ചിന്തിച്ച് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് പറയാം അല്ലേ. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഓടിച്ചെന്ന് ആദ്യം നമ്മൾ പറയുന്നത് ഭഗവാനാണ്. ഭഗവാനോട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ദുഃഖം വന്നു, അപ്പോഴും നമ്മൾ ഭഗവാന്റെ കാൽക്കൽ തന്നെയാണ് പോകുന്നത്. അയ്യോ ഭഗവാനെ, എന്താണ് ഇങ്ങനെ പറ്റിയത്? എന്ത് കാര്യവും, നമ്മുടെ എല്ലാ സന്തോഷങ്ങളും എല്ലാ ദുഃഖങ്ങളും മുഴുവനും ക്ഷമയോടെ കേൾക്കാനിരിക്കുന്നതാണ് ഭഗവാൻ. അത് ഒരാളായിട്ടല്ല അവിടെ ഇരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും എല്ലാം അറിയുന്നുണ്ടല്ലോ, എല്ലാം അറിയുന്നതാണ് ഭഗവാൻ. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് അത്രയും തുറന്ന് ചിലപ്പോൾ നമ്മുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടോ തുറന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ നമുക്ക് ഭഗവാനോട് പറയാം. അത് നല്ലതാണെങ്കിൽ ഭഗവാൻ അതനുസരിച്ച് ഒരു സൊല്യൂഷൻ നമുക്ക് തരും. അല്ലെങ്കിൽ നമ്മളെ അതിനനുസരിച്ച് നീങ്ങിക്കൊള്ളാനുള്ള ഒരു മനസ്സിൽ നമുക്കൊരു തോന്നൽ ഉണ്ടാക്കി തരും. അല്ലെങ്കിലോ അത് ശാശ്വതമാവില്ല. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യും തന്നെ എന്നിൽ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ എനിക്ക് അർപ്പിതമായിട്ട് എല്ലാ കാര്യങ്ങളും നീ ചെയ്യൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ജീവനല്ല, ഒരു പരമാത്മാവാണ്, ഞാൻ തന്നെയാണ് പരമാത്മാവ് എന്ന ബോധം മനുഷ്യന് കിട്ടണം. എന്നുള്ളിലാണ് ഇരിക്കുന്നത് അല്ലേ, കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു. അപ്പം നമ്മുടെ ജീവിതയാത്ര വളരെ സുഗമമായിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും. എല്ലാ പ്രശ്നങ്ങളും അത് നിസ്സാര പ്രശ്നങ്ങളായിട്ട് തോന്നും നമുക്ക്. മാത്രമല്ല, നമ്മൾക്ക് നേട്ടങ്ങൾ വന്നാലും അത് നല്ല ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള നേട്ടങ്ങളായിട്ട് മാറും. കാരണം എന്താണ്, നമ്മൾ അമിതമായിട്ട് സന്തോഷിക്കാൻ പോകുന്നില്ല.
ദുഃഖങ്ങൾ വന്നാലോ അമിതമായിട്ട് ദുഃഖിക്കാനും പോകുന്നില്ല. എന്താ കാരണം? ഇതെല്ലാം ആരാണ് തരുന്നത്? ഭഗവാനാണ് തരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് സർവേഷു കാലേഷു, എല്ലാ കാലത്തും മാം അനുസ്മര യുദ്ധ്യച, എന്നെ സ്മരിക്കൂ, യുദ്ധവും ചെയ്യൂ, എന്നിൽ മനസ്സും ബുദ്ധിയും അർപ്പിക്കൂ എന്നാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, നീ എന്നെ തന്നെ പ്രാപിക്കും. അപ്പം മാം അനുസ്മര യുദ്ധ്യച്ച എന്ന് പറഞ്ഞാൽ ജീവിത വിജയത്തിന് ഇത് മാത്രമാണ് ഉപായം. ഞാൻ പറഞ്ഞുതരാം എന്താണ് നമ്മുടെ ജീവിതം വിജയകരമാക്കുന്നതിനുള്ള ഒരു ഉപായമാണിത്. അത് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ എന്നെ തന്നെ ചിന്തിച്ച് നിൻ്റെ കർമ്മം എന്താണോ അത് അനുഷ്ഠിക്കൂ അർജുന എന്ന് പറയാണ്. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ തുമിദ്ധമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയവാസവിഷ്ണു. 7ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. അടുത്ത ദിവസം 8ാമത്തെ ശ്ലോകം ചൊല്ലാം.